ഹലോ എവരിവൺ, നമുക്ക് ലോവസ്റ്റ് കോമൺ ആൻസസ്റ്റർ ഇൻ BST എന്ന് പറഞ്ഞ് ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാം. നമുക്ക് ഈ പ്രോബ്ലത്തിൽ മെയിൻലി 2 നോട്ട്സ് തന്നിട്ടുണ്ടാവും. ഈ 2 നോട്ട്സിൻ്റെ ലോവസ്റ്റ് കോമൺ ആൻസസ്റ്റർ കണ്ടുപിടിക്കാനായിരിക്കും പറയുക. ലോവസ്റ്റ് കോമൺ ആൻസസ്റ്റർ ഓഫ് 3 and 5. 3യുടെ ആൻസസ്റ്റേഴ്സ് ഏതൊക്കെയാ? 4, 2, 6. 5ൻ്റെ ആൻസസ്റ്റേഴ്സോ 4, 2, 6. ഇതിൽ ലോവസ്റ്റ് കോമൺ ആൻസസ്റ്റർ ഓഫ് 3 and 5 ഏതാണ്? 4 അല്ലേ? അതുകൊണ്ട് നമുക്ക് ആൻസറിൽ 4 എന്ന് കിട്ടി. ലോവസ്റ്റ് കോമൺ ആൻസസ്റ്റർ ഓഫ് 7 and 9. 7 and 9ൻ്റെ ലോവസ്റ്റ് കോമൺ ആൻസസ്റ്റർ 8 ആണ്. അതുകൊണ്ട് ആൻസറിൽ നമുക്ക് 8 എന്ന് കിട്ടി. ലോവസ്റ്റ് കോമൺ ആൻസസ്റ്റർ ഓഫ് 2 and 4 അത് 2 ആണ്. അതുകൊണ്ട് നമുക്ക് ആൻസറിൽ 2 എന്ന് കിട്ടി. ഈ പ്രോബ്ലം എങ്ങനെ സോൾവ് ചെയ്യാമെന്ന് നോക്കാം. LCM ഓഫ് 3 and 5 ഈക്വൽ ടു 4. ഇവിടെ നോക്കുവാണേ 3യുടെയും 5യുടെയും LCM 4 ആണ്. നമുക്ക് ഈ പ്രോബ്ലത്തിൽ മെയിൻലി 4 കേസ് ആയിരിക്കും വരിക. ഏതൊക്കെയായിരിക്കും ആ 4 കേസസ്? നമ്മൾ ഒരു നോഡിൽ നിൽക്കുകയാണ്. ആ നോഡിനെ ഞാൻ കറണ്ട് നോഡ് എന്ന് റെപ്രസെൻ്റ് ചെയ്തേക്കാണ്. അന്നേരം ഒന്നുകിൽ 2 നോഡ്സും ആ നോഡിൻ്റെ ലെഫ്റ്റ് സബ് ട്രീയിലായിരിക്കും, അല്ലെങ്കിൽ ആ 2 നോഡ്സും കറണ്ട് നോഡിൻ്റെ റൈറ്റ് സബ് ട്രീയിലായിരിക്കും. പിന്നെയുള്ള കേസ് 1 of the 2 nodes ഈസ് കറണ്ട് നോഡ്. അങ്ങനെയാണെങ്കിൽ കറണ്ട് നോഡ് ആയിരിക്കും നമ്മുടെ ആൻസർ. 1 node ഇൻ ലെഫ്റ്റ് സബ് ട്രീ ആൻഡ് അതർ നോഡ് ഇൻ റൈറ്റ് സബ് ട്രീ. ഒരു നോഡ് കറണ്ട് നോഡിൻ്റെ ലെഫ്റ്റ് സബ് ട്രീയിലും മറ്റേ നോഡ് കറണ്ട് നോഡിൻ്റെ റൈറ്റ് സബ് ട്രീയിലുമാണ്. അങ്ങനെയാണെങ്കിൽ കറണ്ട് നോഡ് ആയിരിക്കില്ലേ നമ്മുടെ ആൻസർ. ഈ 2 കേസസിൽ കറണ്ട് നോഡാണ് നമ്മുടെ ആൻസർ. നമുക്ക് ഈ എക്സാമ്പിളിലൂടെ ഈ ലോജിക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണാം. ആദ്യം നമ്മൾ ഈ 6ൽ നിൽക്കുകയാണ്. ബോത്ത് നോഡ്സ് ഇൻ ലെഫ്റ്റ് സബ് ട്രീ ഓഫ് കറണ്ട് നോഡ്. 3യും 5യും ലെഫ്റ്റ് സബ് ട്രീയിൽ ഉള്ളതാണോ എന്ന് നമ്മൾ നോക്കണം. അതെങ്ങനെ നോക്കുക? 3 less than 6 ആൻഡ് 5 less than 6 ആണോ എന്ന് നോക്കിയാൽ മതി. അതെ, 3 less than 6ഉം 5 less than 6ഉം ആണ്. അന്നേരം നമ്മൾ 6ൻ്റെ ലെഫ്റ്റ് സബ് ട്രീയിൽ നോക്കും. ഇപ്പം നമ്മുടെ പോയിന്റർ 2ലാണ് നിൽക്കുന്നത്. ബോത്ത് നോഡ്സ് ഇൻ ലെഫ്റ്റ് സബ് ട്രീ ഓഫ് കറണ്ട് നോഡ്. 3യും 5യും ലെസ് ദാൻ 2 ആണോ? അല്ല, 3യും 5യും ഗ്രേറ്റർ ദാൻ 2 ആണ്. അന്നേരം നമ്മൾ റൈറ്റ് സബ് ട്രീയിൽ നോക്കും. ഇപ്പോൾ പോയിന്റർ 4ലാണ് നിൽക്കുന്നത്. 3 and 5 ലെസ് ദാൻ 4 ആണോ? 3 ലെസ് ദാൻ 4 ആണ്, 5 ലെസ് ദാൻ 4 അല്ല. അന്നേരം ഈ കണ്ടീഷൻ ഫാൾസ് ആയി. ബോത്ത് നോഡ്സ് ഇൻ റൈറ്റ് സബ് ട്രീ ഓഫ് കറണ്ട് നോഡ് ആണെന്ന് നോക്കണം. 3യും 5യും ഗ്രേറ്റർ ദാൻ 4 ആണെന്ന് നോക്കണം. 5 ഗ്രേറ്റർ ദാൻ 4 ആണ്, പക്ഷേ 3 ഗ്രേറ്റർ ദാൻ 4 അല്ല. അന്നേരം ഈ കണ്ടീഷനും ഫാൾസ് ആയി. അന്നേരം നമ്മൾ കറണ്ട് നോഡിനെ ആൻസർ ആയിട്ട് റിട്ടേൺ ചെയ്യും. എന്ന് വെച്ചാൽ 4നെ ആൻസർ ആയിട്ട് നമ്മൾ റിട്ടേൺ ചെയ്യും. ഇതിൻ്റെ കോഡ് നോക്കാം. ഡെഫ് ലോവസ്റ്റ് കോമൺ ആൻസസ്റ്റർ റൂട്ട് PQ current equal to root. While current, if P dot val greater than current dot val and Q dot val greater than current dot val. ആ 2 നോഡ്സും നമ്മളിപ്പോൾ നിൽക്കുന്ന നോഡിൻ്റെ റൈറ്റ് സബ് ട്രീയിലാണോ എന്ന് നമ്മൾ നോക്കുന്നത്. ആണെങ്കിൽ കറണ്ട് ഈക്വൽ ടു കറണ്ട് ഡോട്ട് റൈറ്റ്. നമ്മൾ റൈറ്റ് സബ് ട്രീയിലോട്ട് മൂവ് ചെയ്യും. if P dot val ലെസ് ദാൻ കറണ്ട് ഡോട്ട് വാൽ ആൻഡ് Q dot val ലെസ് ദാൻ കറണ്ട് ഡോട്ട് വാൽ, അങ്ങനെയാണെങ്കിൽ നമ്മൾ കറണ്ട് നോഡിൻ്റെ ലെഫ്റ്റ് സബ് ട്രീയിലോട്ട് മൂവ് ചെയ്യും. എൽസ് ബ്രേക്ക്. എന്നിട്ട് നമ്മൾ കറണ്ട് നോഡിനെ റിട്ടേൺ ചെയ്യും. ഇതിൻ്റെ ടൈം കോംപ്ലക്സിറ്റി ഓർഡർ ഓഫ് H ആണ്. സ്പേസ് കോംപ്ലക്സിറ്റി ഓർഡർ ഓഫ് 1ഉം.